ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് മഴേൻ്റെ വീഡിയോ ആണ്. ശരിക്കും ഇവിടെ നല്ല ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഏപ്രിൽ 16 എടുത്ത വീഡിയോ ആണ്. രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് വിൻഡോ എല്ലാം തുറന്ന് വെക്കേണ്ട ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ ഒന്ന് ചെയ്തപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര മഴ. എന്നിട്ട് എല്ലാം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് ഇത് കാണുന്നത്. കുറേ ഇങ്ങനെ വാട്ടർ ലോഗിങ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ വാട്ടർ ലോഗിങ് ആണ്. അപ്പോൾ മനസ്സിലായി അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ട് രാത്രി. അപ്പോൾ എന്തായാലും നമുക്ക് ഓഫീസിലൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വർക്കെല്ലാം തുടങ്ങി അങ്ങനെ ഇതാകുമ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്ന് ഓഫീസില്ല, എന്തായാലും വർക്കില്ല ഇന്ന്. നീ എല്ലാ കാര്യങ്ങളും മെല്ലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ രാവിലെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ചും, പിന്നെ മിഡ് സ്നാക്കും അതെല്ലാം പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്യേണ്ട ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂർ എൻ്റെ ഭയങ്കര ബിസിയാണ്. പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രീ ആവും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഒരു ഫ്രീ ആണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തൊരു കച്ച റോഡാണ്. ഇതൊരു റോഡ് പോലെ തന്നെയാണ്. ഇവിടെ കാറൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ഇതൊരു ലേക്കായ പോലെ ഉണ്ട്, ബീച്ചിൻ്റെ പോലെ തോന്നാറുണ്ട്. അങ്ങനെയാണ് മഴ പെയ്തത്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാം, അവിടെയെല്ലാം കുറേ ഫ്ലാറ്റ്സൊക്കെ ഉണ്ട്. ഓൾറെഡി 2 കാറ് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഏട്ടൻ പറഞ്ഞു അന്ന് നല്ലോണം മഴയൊക്കെ പെയ്തതല്ലേ, നമുക്കൊന്ന് ലുലുലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാം. എൻ്റെ മനസ്സിൽ സ്പെഷ്യൽ പറഞ്ഞാൽ ഗീ റൈസും ചിക്കൻ കറിയുമാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് പോകുന്നതായിരുന്നു. ഇങ്ങനത്തെ മഴ ഇവിടെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ പെയ്യാറുണ്ട്, പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വാട്ടർ ലോഗിങ് ഒരിക്കലും ആവാറില്ലായിരുന്നു. അപ്പോൾ നമുക്കെന്നെ ഊഹിക്കാം എത്ര ശക്തിയായിട്ടാണ് മഴ പെയ്തത്. മഴ പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് മുംബൈൻ്റെ ജീവിതമാണ്. മുംബൈയിൽ റെയിനി സീസൺ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ കാത്തു നിൽക്കും എപ്പോഴാണ് ട്രെയിൻ സ്റ്റക്കായിട്ട് ഞങ്ങൾക്ക് ഓഫീസിലേക്കൊക്കെ ലീവ് കിട്ടുന്നത്. മിക്കവാറും അങ്ങനെ സംഭവിക്കില്ല. ഞങ്ങൾ ഓഫീസിലെത്തി പിന്നെ നല്ലോണം മഴ പെയ്തിട്ട് പിന്നെ ഓഫീസ് ഈവനിങ് ആകുമ്പോഴാണ് ഞങ്ങൾ സ്റ്റക്കാവുക വീട്ടിലെത്താൻ. ഇത് കുറേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. മുംബൈയിൽ താമസിക്കുന്നവർ കുറേ പേരുണ്ടാവും, അവരെല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. റെയിനി സീസണിൽ ഒരു ദിവസം ഈ ലോക്കൽ ട്രെയിനിൽ സ്റ്റക്ക് ആവാത്ത ആൾക്കാർ ഉണ്ടാവില്ല. എല്ലാവരും ഈ റെയിനി സീസണിൽ സ്റ്റക്ക് ആവാറ് തന്നെ ഉണ്ട്. പക്ഷെ അതൊരു രസമാണ്, നമുക്ക് ഒരു എക്സ്പീരിയൻസും ആണ്. ആ എക്സ്പീരിയൻസ് ചെയ്തവർക്കേ മനസ്സിലാവും അതിൻ്റെ ഒരു ഇമോഷനും പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു രസമൊക്കെ. എനിവേ ഇപ്പം നിങ്ങൾ ഇതൊരു കാണുന്നത് ഒരു ഫാമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയ ഫാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ലുലുവിലേക്ക് പോവാം. ലുലു അടുത്താണ് ഞങ്ങളുടെ വീട്ടിൻ്റെ. ജസ്റ്റ് ഒരു ഹാർഡ്ലി നടന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ്ലി 10 മിനിറ്റ്സ് എടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നടന്നിട്ട് പോകാറുണ്ട്. പിന്നെ ഏട്ടൻ വന്നിട്ട് എന്നെ പിക്ക് ചെയ്യും, എന്തെങ്കിലും സാധനം കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നടന്ന് വരാൻ അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും സ്കൈ ഒക്കെ കാണാം. ക്ലൗഡ്സ് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ക്ലൗഡ്സ് ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ ഈ ക്ലൗഡ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇത് മുന്നിൽ കാണുന്നത് ഒരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ എന്താ പറയുക, മഴ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെ അല്ലേ, പക്ഷെ അധികമായാലും അത് നല്ലതല്ല. സ്പെഷ്യലി ഗൾഫ് റീജിയനിലൊക്കെ ഇവിടെയൊക്കെ വേഗം തന്നെ വാട്ടർ ലോഗാവും. ബട്ട് അതിൻ്റെ ഒക്കെ വേഗം തന്നെ അവർ പ്രിവെൻഷനും എല്ലാം എടുക്കും. ഇവിടുത്തെ ഗവൺമെൻറ് അവർ വേഗം തന്നെ എല്ലാം സോൾവ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഞങ്ങളിപ്പം ലുലുവിൽ എത്താൻ ആയി.
ശരിക്കും ലുലുവിൻ്റെ ബേസ്മെൻ്റ് ആണ് ഞങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത്. പക്ഷെ അവിടെയൊക്കെ ഫുൾ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് ലുലുവിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് പാർക്കിംഗ്. കുറേ വണ്ടികളുണ്ട്. മിക്കവാറും എല്ലാവർക്കും ലീവ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യൽ അപ്പോൾ ഇങ്ങനെയൊക്കെ സമയമല്ലേ നമുക്ക് സ്പെഷ്യലൊക്കെ തിന്നാൻ തോന്നുക. ഇത് ലുലുവിൻ്റെ ജസ്റ്റ് പുറത്ത് അവിടെ പാർക്കിങ്ങിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ടാണ് ട്രാഫിക്കൊക്കെ മൂവ് ആവുന്നത്. ഇവിടെ താഴെയും ഈ ബേസ്മെൻ്റ് ആണ് കാണുന്നത്. താഴെ അവിടെയൊക്കെ വാട്ടർ ലോഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാറൊക്കെ കാണാം. അങ്ങനെ പിന്നെ റോഡിലും നിങ്ങൾക്ക് കാണാം കുറേ ഇങ്ങനെ വാട്ടർ കുറച്ച് ലോഗിങ് ആയിട്ടുണ്ട്. ഇതൊക്കെ പക്ഷേ കുറച്ച് സമയമായാൽ അത് ക്ലിയർ അപ്പ് ആവും. ഇവിടുത്തെ മെയിൻ പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഓൾറെഡി ഞങ്ങൾക്ക് ഒരു അലേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മഴേനെ പറ്റിയിട്ട്. സോ എല്ലാവരും അവെയറായി നിൽക്കണം. പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇപ്പം മഴ പെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ട് പെയ്യും, അതൊരു ഗ്യാരണ്ടിയാണ്. സോ ഓൾറെഡി അങ്ങനെ പറഞ്ഞത് കൊണ്ട് കുറേ പേര് അവരുടെ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഇപ്പം ഒമാനിലൊക്കെ കുറേ നഷ്ടങ്ങളായിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് നഷ്ടവും ആയിട്ടുണ്ടാവും. ഒരു വീട്ടിലൊക്കെ കുറേ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാവും അങ്ങനെ. സോ അതിപ്പോൾ ഒന്നും പറയാൻ നമുക്ക്, ബിക്കോസ് നാച്ചുറൽ കലാമിറ്റീസ് ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. എർത്ത് ക്വേക്ക് പിന്നെ ഫ്ലഡ്സ് ഇതൊക്കെ വരുന്നത് അതൊരു നാച്ചുറൽ കലാമിറ്റീസ് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു പ്രിക്കോഷൻസ് എടുക്കുക, അത്രേ ഉണ്ടാവും. ഇത് പറയാൻ ഈസിയാണെന്ന് എനിക്കറിയാം, എന്നാലും ഓക്കെ. എനിവേ, സോ അങ്ങനെ ഞങ്ങളിപ്പം ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറുക. എന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകും. സോ അങ്ങനെ ഞങ്ങൾ താഴെ ബേസ്മെൻറ്റിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനായിരുന്നു എന്താണ് സിറ്റുവേഷൻ. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വാട്ടർ ലോഗിങ് ഉണ്ടായിരുന്നു. ബേസ്മെൻ്റ് അല്ലേ, അപ്പോൾ എന്തായാലും വാട്ടർ ലോഗിങ് ഉണ്ടാവും. കുറേ കാറൊക്കെ ഉണ്ട് അവിടെ. ഹോപ്പ് എല്ലാവരുടെ കാറൊക്കെ സേഫാണ്. പിന്നെ ഈ മഴ പറഞ്ഞാൽ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. വിൻ്റർ കഴിഞ്ഞു, സമ്മർ തുടങ്ങാനായിട്ടുണ്ട്. ഏപ്രിൽ ഇപ്പം പകുതി കഴിഞ്ഞു. സോ മെയ് ജൂൺ ജൂലൈ എല്ലാം മെയ് ആവുമ്പോൾ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ നല്ലൊരു ചൂട് ഇവിടെ തുടങ്ങും. സോ അതിൻ്റെ റീസണും ഈ മഴയാണ്. ബിക്കോസ് ഒരു ക്ലൈമറ്റ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ഒരു മഴ പെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ക്ലൗഡ് സീഡിങ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്, അതിൻ്റെയും ഉണ്ടാവും. സോ ഇവിടെ ഈ വർഷം നല്ലോണം ചൂടുണ്ടാവും അങ്ങനെ ഒരു വാർത്ത ഉണ്ട് ഗൾഫ് രാജ്യത്തിൽ. സോ എല്ലാവരും നല്ലോണം ലിക്വിഡ്സൊക്കെ ഇൻടേക്ക് ചെയ്യുക. അപ്പോൾ അത് ഡീഹൈഡ്രേറ്റ് ആവാണ്ട് നോക്കുക. നല്ലോണം ഹൈഡ്രേഷൻ ചെയ്യുക ഞങ്ങളുടെ ബോഡി. അതിൻ്റെ മെയിൻ വെള്ളം കുടിക്കൽ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ചെറിയ ഇങ്ങനെ നട്ട്സിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടീൻ ബാറോ ഒക്കെ പോക്കറ്റിൽ വെക്കുക. സോ ലൈക്ക് വെനെവർ വി ഫീൽ ടയേർഡ് ഓർ സംതിങ് നമുക്കത് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വാട്ടർ കുടിച്ചാൽ അത് റിലീഫായിരിക്കും. ആൻഡ് ലെമൺ വാട്ടർ, ബട്ടർ മിൽക്ക് ഇതൊക്കെ ഭയങ്കര ഓപ്ഷൻസാണ്. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്, ബിക്കോസ് ഓൾറെഡി ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫാനോ എ സിയോ ഇല്ലാണ്ട് ഇപ്പം കുറച്ച് നിൽക്കാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇപ്പം എത്ര നല്ല ഒരു തണുപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഡബിളായിരിക്കും ഇവിടുത്തെ ചൂടും. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് പറയുന്നത്. സോ ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഈ പ്രിക്കോഷൻസ് എല്ലാം ഇപ്പം തന്നെ എടുക്കാൻ തുടങ്ങുക. സോ അങ്ങനെ ഞങ്ങളും ചിക്കനൊക്കെ മേടിച്ച് ഇനി വീട്ടിലേക്ക് പോവുക. അപ്പോൾ വീട്ടിൽ പോകേണ്ട സമയത്ത് അടിപൊളി കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. നോക്കാൻ മഴ ഇങ്ങനെ പെയ്യുന്നത്. മഴ പിന്നെ എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ, പക്ഷെ അധികമായാൽ അത് മോശമാണ്, എന്നാലും ഒരു രസമാണ്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്, അധികം ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ്, പിന്നെ സമ്മർ സീസണെ പറ്റിയിട്ട് പറയാം. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോർ മോർ വീഡിയോസ്. Until then, this is Ramita Nikil signing off. Thank you. Take care.